വാട്സ്ആപ്പ് യൂട്യൂബ് ഇറ്റ്സ് മീ ഡാംബോയ് ഗൈസ്. വെടക്കാക്കൽ കണ്ടിന്യൂസ്. കഴിഞ്ഞ വീഡിയോയിലെ ടൈറ്റിൽ പോലെ തൊപ്പി MRC ഗ്യാങ് ഇഷ്യൂ തൊപ്പി ലൈവ് വന്നപ്പോൾ വെടക്കാക്കി തനിക്കാക്കുക എന്ന രീതിയിൽ മറ്റന്മാരെ ചെളിവാരി എറിഞ്ഞിട്ട് സ്വന്തം സൈഡ് ക്ലിയർ ആക്കുക എന്ന രീതിയിലാണ് തൊപ്പി ലൈവുമായിട്ട് മുന്നോട്ട് പോയത്. അതിനുശേഷം ഷമീറും ലൈവിൽ വന്ന് ഇതേ ലൈനാണ് തുടരുന്നത്, വെടക്കാക്കി തനിക്കാക്കുക. അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന തൊപ്പി റാംബോയും മറ്റുള്ളവരെല്ലാവരെയും ചെളിവാരി എറിഞ്ഞ് അവന്മാരുടെ ഇമേജ് ഇല്ലാണ്ടാക്കിയിട്ട് തന്റെ നഷ്ടപ്പെട്ട ഇമേജിന്റെ എന്തായാലും ഇവന്റെ ഇമേജ് പോയി, അപ്പോൾ അവന്റെ ഇമേജിന് കോട്ടം തട്ടിയതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കുക, അപ്പുറത്തെ സൈഡിലേക്ക് മാക്സിമം ഡാമേജ് കൊടുക്കുക. അവന്മാരുടെ സ്വഭാവ ദൂഷ്യത്തിന്റെ ഇന്റൻസിറ്റി എടുത്ത് കാണിക്കുക മാത്രമാണ് ഷമീറിന്റെ ലൈവിൽ ചെയ്തിരുന്നത്. ഷമീർ വന്നത് ഇപ്പൊ ബോംബ് പൊട്ടിക്കും, പ്ലേറ്റ് തിരിച്ചിടും, മറിച്ചിട്ട പ്ലേറ്റ് തിരിച്ചു വെക്കും, എന്തോ വലിയ ബോംബ് പൊട്ടിക്കും, ഹനാൻഷായുടെ എന്തോ വലിയ ബോംബ് വരുന്നുണ്ടോ പറഞ്ഞ് ഭയങ്കര ബിൽഡപ്പ് കൊടുത്ത് വന്നെങ്കിലും പട്ടിയുടെ വാല് കുഴലിട്ടാൽ നേരെ ആവില്ല എന്ന് പറഞ്ഞ പോലെ ഒരു തെളിവും ഇവന്മാർ ഡ്രഗ് യൂസ് ചെയ്തിട്ടില്ലെന്നോ അല്ലെങ്കിൽ തൊപ്പി യൂസ് ചെയ്തിട്ടുണ്ടെന്നോ പ്രോപ്പർ തെളിവുകൾ കാര്യങ്ങളൊന്നുമില്ല. പട്ടിയുടെ വാല് വീണ്ടും ചുരുണ്ട് തന്നെ ഇരിക്കും, തെളിവുകളൊന്നുമില്ല, ചെളിവാരി എറിയൽ തുടരും. ഇതാണ് ലൈവിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പൊക്കോണ്ടിരുന്നത്. ഞാൻ എന്തായാലും ഇവന്റെ ലൈവിന്റെ ക്ലിപ്പുകളൊന്നും ഇവിടെ വെക്കുന്നില്ല. അനാവശ്യമായിട്ട് ഹനാൻഷയെ വലിച്ചിഴച്ചതിന്റെ ഫലമായിട്ട് ഹനാൻഷ അടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട് ഇവന്മാരുടെ ലൈവ് കാര്യങ്ങളെല്ലാം. പിന്നെ ഇവന്മാരുടെ ലൈവിന്റെ ക്ലിപ്പുകളെല്ലാം ചിന്നിച്ചിതറി പലരായിട്ട് അപ്ലോഡ് ചെയ്തതെല്ലാം യൂട്യൂബിൽ കിടപ്പുണ്ട്. ഈ തീട്ട കേസിന് അത്ര മെനക്കടക്കൊന്നും എനിക്ക് വയ്യ. അവിടെ ഇവിടെ കിടക്കുന്ന സാധനങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്ന് കണ്ട് എഡിറ്റ് ചെയ്ത് വെക്കാനായി എത്രയും കഷ്ടപ്പെടാൻ എനിക്ക് വയ്യ. ലൈവ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതെടുത്ത് കുറെ ക്ലിപ്പുകൾ കാണിച്ച് സമയം കൂട്ടായിരുന്നു. ആ പോട്ട സാരമില്ല, ഇത്ര മെനക്കടാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ ലൈവ് കണ്ടതിൽ നിന്നുള്ള കുറച്ച് ഗുണങ്ങൾ ഞാനിവിടെ അവതരിപ്പിക്കാം. പറഞ്ഞ പോലെ തന്നെ ഇവന്മാര് തൊപ്പി യൂസ് ചെയ്തതിനുള്ള പ്രോപ്പർ തെളിവുകളോ ഇവന്മാർ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ തെളിവുകളൊന്നും തന്നിട്ടില്ല. അതിന് പകരം ഇവൻ പറഞ്ഞെന്താണ്, ഇവന്റെ ലൈവിൽ വന്നിട്ട് ഇവൻ യൂസ് ചെയ്തിട്ടുണ്ടെന്നോ ഉള്ളത് വെട്ടി തുറന്നങ്ങ് പറഞ്ഞു. ഇവൻ യൂസ് ചെയ്തിട്ടുണ്ട്, തൊപ്പി കൊണ്ട് തന്നിട്ട് ഇവന്മാർ യൂസ് ചെയ്തിട്ടുണ്ടെന്നങ്ങ് പറഞ്ഞു. ഇത്രയും ഡ്രഗൊക്കെ ഇത്ര സീനായിട്ട് നടക്കുന്ന കാലത്ത് യൂസ് ചെയ്തിട്ടില്ല, അത് നിഷേധിക്കെങ്കിലും ചെയ്തുകൂടെ? സ്വയം അക്സെപ്റ്റ് ചെയ്യാൻ ഇവൻ ലൈവ് ചെയ്തിട്ടുള്ളത്. തൊപ്പിക്കെതിരെ പ്രോപ്പർ തെളിവുകളും ഇല്ല, പക്ഷെ ഇവൻ സ്വയം ഒരു കുഴി വെട്ടി അതിലേക്ക് ഇറങ്ങിയിരുന്ന് മണ്ണിട്ട് മൂടാൻ പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോയത്. ഇവൻ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഇവൻ ലൈവിൽ സമ്മതിച്ചിട്ടുണ്ട്. തൊപ്പിയുടെ ഇമേജ് എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കുക, തൊപ്പി നല്ലവനാണ് എന്നുള്ള തൊപ്പിയോടുള്ള ആളുകൾക്കുള്ള ഒരു ഇഷ്ടമുണ്ടല്ലോ, അത് എങ്ങനെയെങ്കിലും അടിച്ച് തകർക്കുക. അത് മാത്രമാണ് ഇവൻ ഈ ലൈവ് കൊണ്ട് ഉദ്ദേശിച്ചത്. തൊപ്പിയുടെ ആ ഒരു നല്ലവൻ ഇമേജ് തകർക്കണം, ആളുകൾ കാണുമ്പം ഇവനെ അയ്യേ എന്ന് പറഞ്ഞ് നോക്കണം. ആ ഒരു സംഭവമാണ് ഇവൻ ഈ ലൈവിലൂടെ ഉദ്ദേശിച്ചത്. അല്ലാതെ ആറ്റം ബോംബ് പൊട്ടിച്ച് തൊപ്പി ഇല്ലാണ്ടാക്കുക എന്നുള്ള ഒരു സാധനം ഇവൻ്റെ ലൈവിനകത്ത് ഇവൻ കാണിച്ചിട്ടില്ല. തൊപ്പിയുടെ ഡ്രഗ് യൂസ് തെളിയണമെന്നോ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. ഇവന്റെ ഇമേജ് തകർന്നതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കണം, അപ്പുറത്തെ തൊപ്പിയുടെ ക്യാരക്ടർ ഇല്ലാണ്ടാവണം, തൊപ്പിയുടെ സ്വഭാവ ദൂഷ്യങ്ങൾ നാട്ടുകാരറിയണം. അതിനായിട്ടാണ് അനാവശ്യമായിട്ട് ഹനാൻഷ ഇങ്ങോട്ട് വലിച്ചഴച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. വെറുതെ ആർക്കും ഒരു ശല്യമില്ലാതെ മനസമാധാനത്തെ അവിടെ വ്ലോഗും ചെയ്ത് നടക്കുന്ന ഹനാൻഷയെ വെറുതെ വലിച്ചഴച്ചുകൊണ്ട് വന്നു. ഇവന്മാർ കഴിഞ്ഞ ലൈവുകൾ കണ്ടാൽ അറിയാം, തൊപ്പിയുടെ ഗേൾഫ്രണ്ടിന്റെ ഫോട്ടോ റിവീൽ ചെയ്യുന്നു, തൊപ്പി അത് കഴിഞ്ഞ് ഇവന്റെ തുണിയില്ലാത്ത വീഡിയോ ഇടുന്നു, അതിനുശേഷം ഇപ്പൊ ഹനാൻഷയെ വലിച്ചഴച്ചുകൊണ്ട് വരുന്നു. ഇത് ഇവന്മാർക്ക് തമ്മിൽ തല്ലി അങ്ങ് ചത്താ പോരെ? ഇവന്മാർ എന്തിനാണ് വെറുതെ ഉള്ളവരും കൂടി ഇതിനകത്തോട്ട് വലിച്ചെഴിക്കുന്നത്? തമ്മിൽ ചെളി വാരി എറിയാനായിട്ട് എന്ത് തന്തയില്ലായ്മ ഇവന്മാർ കാണി. ഹനാൻഷ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞത് ഇമ്മാതിരി തീട്ട കേസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹനാൻഷ ഇപ്പൊ കൊണ്ടുവരുമെന്നും പറഞ്ഞുകൊണ്ട് ലൈവിൽ ഇത്രയും കൊണയടിച്ചത്. ഷമീർ അത്രയും വളരെ ലോങ് ആയിട്ടുള്ള ലൈവായിരുന്നു. അത്രയും ലോങ് ലൈവ് ചെയ്തതിൽ എനിക്ക് ആകെ വാലിഡായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത് ഇവൻ മറ്റേ ആഡ്സെൻസിൻ്റെ കാര്യങ്ങൾ കാണിച്ചു. പ്രോപ്പറായിട്ട് പ്രൂഫ് ഉള്ളത് ആകെ ആഡ്സെൻസിൻ്റെ പൈസ എങ്ങോട്ട് പോയി, തൊപ്പിയുടെ അക്കൗണ്ടിലേക്കാണോ പോയത്, ഇവൻ്റെ അക്കൗണ്ടിലേക്ക് എത്ര വന്നിട്ടുണ്ട്, തൊപ്പിയുടെ അക്കൗണ്ടിലേക്ക് എത്ര പോയി എന്നുള്ളതിനുള്ള കൃത്യമായിട്ടുള്ള തെളിവ് ആഡ്സെൻസ് അക്കൗണ്ട് തുറന്നിട്ട് ഇവൻ കാണിച്ചിട്ടുണ്ട്. അത് മാത്രമാണ് അത്രയും ലോങ് ആയിട്ടുള്ള ഒരു ലൈവിൽ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ്. തൊപ്പി പറഞ്ഞു എത്രയോ കുറച്ചെന്തോ തുച്ഛമായിട്ടുള്ള പൈസ, വളരെ ചെറിയൊരു എമൗണ്ടാണ് തൊപ്പി പറഞ്ഞിരുന്നത് അവൻ്റെ അക്കൗണ്ടിലേക്ക് വന്നുവെന്ന്. പക്ഷേ ഇവൻ ഷമീർ ആഡ്സെൻസ് അക്കൗണ്ട് തുറന്ന് പ്രോപ്പറായിട്ട് പ്രൂഫ് കാണിക്കുന്നുണ്ട്. ഏകദേശം 1.5-2 ലക്ഷത്തോളം, എത്രയാണ് കറക്റ്റ് എമൗണ്ട് ഞാൻ ഓർക്കുന്നില്ല, വളരെ നല്ലൊരു ഹ്യൂജ് എമൗണ്ട്, മൾട്ടിപ്പിൾ മന്ത്സിലെ എമൗണ്ട് തൊപ്പിയുടെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. അത് പ്രോപ്പറായിട്ട് അവൻ ആഡ്സെൻസ് അക്കൗണ്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത്രയും പൈസ പോയി എന്നിട്ട് ഇവന് പ്രയോജനമൊന്നുമില്ല എന്ന് കണ്ടിട്ട് വീണ്ടും ആഡ്സെൻസിൻ്റെ അക്കൗണ്ട് തൊപ്പിയുടെ ഇതിനകത്തുനിന്ന് ഇവൻ്റെ ഇതിനകത്തേക്ക് മാറ്റിയതും എല്ലാ കാര്യങ്ങളും അവൻ കാണിച്ചിട്ടുണ്ട്. ആകെ അത്രയും വലിയ ലൈവിൽ വാലിഡായിട്ടുള്ള ഒരൊറ്റ സാധനം ആഡ്സെൻസ് അക്കൗണ്ട് കാണിച്ച് പ്രൂഫ് കാണിച്ചത്. ബാക്കിയെല്ലാം അട്ടർ ഫ്ലോപ്പാണ്, ബോംബും ഇല്ലൊരു തേങ്ങയില്ല. പിന്നെ ഷമീർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ലൈവ് ചെയ്യുന്നത് അവൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്, പ്രത്യേകിച്ച് അവൻ്റെ ഗേൾഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും ഈ ലൈവ് കഴിയുമ്പോൾ തല ഉയർത്തി നടക്കും. തൊപ്പി ലൈവിൽ ഇവനെ കുണ്ടനാക്കി, ഇവൻ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന വീഡിയോ പുറത്തു വിട്ടു, ഇവൻ്റെ തുണിയില്ലാത്ത വീഡിയോ പുറത്തു വിട്ടു. അങ്ങനെ ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണം വീട്ടുകാർക്കും കാമുകിക്കും എല്ലാം വളരെയധികം നാണക്കേടുണ്ടായി. അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ഇതാണ് എന്തായാലും ഷമീറിൻ്റെ ലൈവ് ഇവർക്ക് വേണ്ടിയിട്ടാണ് ഇവൻ ഡെഡിക്കേറ്റ് ചെയ്തത്. കാരണം ഈ ലൈവ് കഴിയുന്നതോടെ അവർക്ക് തല ഉയർത്തി നടക്കാം എന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചിട്ടാണ് ഷമീർ ഈ ലൈവ് തുടങ്ങിയത്. പിന്നെ അങ്ങോട്ട് ലൈവ് കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ ലൈവ് കഴിയുന്നതോടെ
ഇവർക്കെല്ലാവർക്കും തലയിലും മുണ്ടിട്ട് നടക്കാം. അതിരി സാധനങ്ങളാണ് ഇവൻ പടച്ചു വിടുന്നത്. എന്തൊക്കെയാണ് പറയുന്നത്? തൊപ്പിയുടെ ലൈവിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അങ്ങ് അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഇവൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, തുണിയില്ലാതെ നടന്നിട്ടുണ്ട്, അതിൽ നടന്നിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇവന്മാരെല്ലാം അങ്ങനെയാണ്, ഇവന്മാർ ഡ്രഗ് യൂസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ തുടങ്ങി ഇവൻ പിഴയാണ് എന്നുള്ള കാര്യം ഇവനങ്ങ് സമ്മതിക്കുകയാണ്. എന്നിട്ട് എല്ലാ സാധനങ്ങളും ഇവൻ സമ്മതിക്കുന്നുണ്ട്. ഇത് എല്ലാ സാധനങ്ങളും സമ്മതിച്ച് കൊടുക്കുകയാണ്. അവസാനം ലൈവ് കണ്ടിട്ട് ഇവരെല്ലാവരും തലയിൽ തുണിയിട്ട് നാട് വിടേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് തുടക്കത്തിലെ ഡയലോഗും ഇവരെല്ലാവരും ഇനി തലപൊക്കി നടക്കാം, പക്ഷേ തല മൊത്തം മൂടിയിട്ടേ നടക്കാൻ പറ്റൂ. ആ അവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. കാരണം ഇവൻ അങ്ങ് അക്സെപ്റ്റ് ചെയ്യാണ്. ഇവൻ നല്ലവനാണെന്ന്, ഇവൻ്റെ സൈഡിൽ ന്യായമുണ്ടെന്നോ ഒന്നുള്ള കാര്യങ്ങളൊന്നും ഇവൻ പറയുന്നില്ല. ഇവൻ മോശക്കാരനാണ്, ഇവൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇവൻ ഡ്രഗ് യൂസ് ചെയ്തിട്ടുണ്ട്, അതും മെത്ത്, MDMA പോലുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇതെല്ലാം തൊപ്പിയാണ് കൊണ്ട് തന്നത്, ഇതെല്ലാം തൊപ്പി കൊണ്ട് തന്നിട്ടാണ് നമ്മൾ യൂസ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഡ്രഗ് യൂസിൻ്റെ കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇവൻ ഗേൾഫ്രണ്ടിനെയും വീട്ടുകാരെയെല്ലാം തല ഉയർത്തി നടത്താൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെയാണോ ഗേൾഫ്രണ്ടിനെയും വീട്ടുകാരെയും തല ഉയർത്തി നടത്തുന്നത്? ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇവൻ പിഴയാണെന്നുള്ള കാര്യം സമ്മതിച്ചിട്ട് തൊപ്പി ഇവനേക്കാൾ ഡബിൾ പിഴയാണ് തൊപ്പി എന്ന് സ്ഥാപിച്ചിട്ട് അതുകൊണ്ട് ഇവൻ കുറച്ച് നല്ലവനാണ്. ഇവൻ അത്രയ്ക്കും പിഴയല്ലല്ലോ, കുറച്ച് പിഴയല്ലേ ഇവനുള്ളൂ, തൊപ്പിയാണ് കൂടുതൽ പിഴ, അതുകൊണ്ട് ഞാൻ നല്ലവൻ എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത്. ലാലേട്ടൻ ലൂസിഫറിനകത്ത് പറയുന്ന പോലെ യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തമ്മിലാണ് യുദ്ധം. അതിലേതാണ് വലിയ തിന്മ, ഏതാണ് ചെറിയ തിന്മ എന്ന് മാത്രം നോക്കിയാൽ മതി എന്ന് പറയുന്ന പോലെയാണ് ഇവന്മാരുടെ കാര്യം. ഇതിലാരാണ് വലിയ തിന്മ, ആരാണ് ചെറിയ തിന്മ എന്ന് മാത്രം അവസാനം കണ്ടുപിടിച്ചാൽ മതി. തൊപ്പിയായിരിക്കുമോ വലിയ പിഴ, അതോ ഷമീർ ആയിരിക്കുമോ വലിയ പിഴ? ഇതിലാരാണ് വലിയ തിന്മ എന്ന് തീരുമാനം എപ്പോഴെങ്കിലും എത്തും എന്ന് പ്രതീക്ഷിച്ച് നമുക്ക് കാത്തിരിക്കാം. അത് മാത്രമേ നമ്മളെ കൊണ്ട് പറ്റൂ. ഇതിൽ എന്തായാലും 2 പിഴയാണെന്ന് സമ്മതിച്ചിട്ടുണ്ട്. തൊപ്പി അവിടുന്ന് കുറേ ഡ്രഗ് അലിഗേഷൻസും കുണ്ടൻ അലിഗേഷൻസും കുറേ വീഡിയോ ക്ലിപ്പുകളും ഇങ്ങോട്ട് വാരി എറിഞ്ഞപ്പോൾ ഷമീർ ഇവിടുന്ന് കുറേ തൊപ്പിക്കെതിരെ പോക്സോ കേസ്, പെണ്ണുപിടി പോക്സോ അമ്മാതിരി അലിഗേഷൻസ് പ്രൂവ് ചെയ്യുന്ന കുറേ വോയിസ് ക്ലിപ്പുകൾ പുറത്ത് വിട്ടിട്ടുണ്ട്. തൊപ്പി അവിടുന്ന് ഇതെല്ലാം AI ആണെന്നും പറഞ്ഞ് ചലിക്കുന്നുണ്ട്. ഈ AI വന്നില്ലായിരുന്നെങ്കിലുള്ള ഈ കണ്ടകളുടെയൊക്കെ ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്ക്. ഇതിപ്പോൾ AI വന്നുകൊണ്ട് AI ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ട് വന്നതുകൊണ്ട് ഇവന്മാരൊക്കെ എന്ത് തരവഴി കാണിച്ചാലും അതെല്ലാം പുറത്ത് വരുമ്പോൾ AI കാലിൻ്റെ ഇടയിലോട്ട് തിരികിയിട്ട് ഇതെല്ലാം AI പണിയതാണ്, ഇതൊക്കെ AI പണിയതാണ്, ഇതൊന്നും ഞാൻ ചെയ്തതല്ല എന്നും പറഞ്ഞങ്ങ് രക്ഷപ്പെടാമല്ലോ, എന്നും പറഞ്ഞങ്ങ് ഒഴിയാലോ. AI വന്നില്ലായിരുന്നെങ്കിൽ ഇവന്മാരൊക്കെ എന്ത് ചെയ്തേനെ? പെട്ടുപോയനല്ലേ ഇവന്മാരെല്ലാം. ഇതിപ്പോൾ AI വന്നതുകൊണ്ട് പാവം AI ഇതുവല്ല അറിയുന്നുണ്ടോ? കണ്ണി കണ്ട ഗർഭമെല്ലാം AI തലയിലാകുന്നത് AI അറിയുന്നുണ്ടോ? അങ്ങനെ ആ വോയിസുകളെല്ലാം AI ആണെന്നാണ് തൊപ്പി പറയുന്നത്. നമ്മളും അരിയാഹാരം തന്നെയല്ലേ കഴിക്കുന്നത്. ആ വോയിസ് കേട്ടിട്ട് നമുക്ക് ആർക്കും AI ആണെന്ന് തോന്നുന്നില്ല. ഇവന്മാർ ഗ്യാങ് ഹൗസിലെ മെമ്പേഴ്സ് തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കോൺവെർസേഷൻസ് തന്നെയാണ് അതിൽ വന്നിരിക്കുന്നത്. എനിക്കത് ഒറിജിനലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഈ AI ആണെന്ന് പറഞ്ഞാൽ ഉടനെ അതും വിശ്വസിച്ച് അവൻ്റെ പുറകെ മണത്തോണ്ട് പോകുന്ന ആളുകൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചോറ് തിന്നുന്ന ഏതൊരു മലയാളിക്കും മനസ്സിലാകും ഇത് ഇവന്മാർ തന്നെ പടച്ചുവിട്ട വോയിസ് ക്ലിപ്പുകളാണ് ഈ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൽ മറ്റൊരു കോമഡി എന്താണെന്ന് പറഞ്ഞാൽ തൊപ്പിയെ എക്സ്പോസ് ചെയ്യുന്ന കൂട്ടത്തിൽ ആ വോയിസ് ക്ലിപ്പുകളിൽ ഷമീറിനെ പറ്റിയും പറയുന്നുണ്ട്. ഷമീറും തൊപ്പി ഒരുമിച്ചാണ് ഈ പരിപാടിക്കൊക്കെ പോയെന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഷമീർ അങ്ങനെ പറയുന്നുണ്ട്. ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നപ്പോൾ തന്നെയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നതെന്ന് ഷമീർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. തൊപ്പിയെ എക്സ്പോസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ സ്വയം എക്സ്പോസ് ആവുന്നതുകൊണ്ട് ത്രൂ ഔട്ട് ദി ലൈവ് തൊപ്പിയെ എക്സ്പോസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവനും സ്വയം എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ തൊപ്പിയുടെ ഡ്രഗ് യൂസിൻ്റെ മാരക തെളിവ് ആയിട്ട് ഷമീർ കൊണ്ട് നിരത്തിയൊരു സാധനമുണ്ട് മോനെ, വളരെ കോമഡിയാണ്. തൊപ്പി ചൂയിങ്കം ചവയ്ക്കുന്ന 2-3 ലൈവ് ഫോട്ടോസ്. എടാ ഇതൊക്കെയാണോ ഒരു ഡ്രഗ് യൂസിൻ്റെ തെളിവ്? ഒരുത്തൻ ചൂയിങ്കം ചവച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ കാണിച്ചിട്ട് ലൈവ് ഫോട്ടോ, അതിനകത്ത് ഇങ്ങനെ 1 സെക്കൻഡ് ചവയ്ക്കുന്ന സാധനം, ചൂയിങ്കം ചവയ്ക്കുന്ന ഫോട്ടോ, ഈ ലൈവ് ഫോട്ടോ കാണിച്ചിട്ട് പറയുകയാണ് ഇതാണ് ഡ്രഗ് യൂസിന് തെളിവെന്ന് പറയാണ്. മെത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കണം, യൂസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം, യൂസ് ചെയ്യുന്നവർക്കെ മനസ്സിലാവൂ, യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കണം, അതുകൊണ്ടാണ് ഇവൻ ചൂയിങ്കം ചവച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഒന്നാമത്തെ കാര്യം, നീയൊക്കെ ഇങ്ങനെ ചൂയിങ്കം ചവയ്ക്കുന്നത് ഡ്രഗ് യൂസേഴ്സ് ആണ്, ഇതാണെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് അങ്ങ് പോകും. നാളെ നമ്മളൊക്കെ വല്ല ബസ് സ്റ്റാൻഡിലോ കടത്തിണ്ടാലോ നിന്ന് ചൂയിങ്കം ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ കാണുന്ന നാട്ടുകാർ തെണ്ടികൾ വന്നിട്ട് നമ്മുടെ തലയിൽ കയറും. ഞങ്ങൾ ആ ലൈവിൽ കണ്ടല്ലോടാ ചൂയിങ്കം ചവയ്ക്കുന്നവന്മാരൊക്കെ മെത്തടിച്ചിട്ടാണ് അല്ലെങ്കിൽ MDMA അടിച്ചിട്ടാണ് ചൂയിങ്കം ചവയ്ക്കുന്നത് എന്നും പറഞ്ഞ് നാട്ടുകാർ തെണ്ടികളൊക്കെ നമ്മുടെ തലയിൽ കയറാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ മൊണ്ണകൾക്ക് ഇതൊക്കെ വന്ന് വിളിച്ച് കൂവിട്ട് അങ്ങ് പോയാൽ മതി. നമുക്ക് ചൂയിങ്കൊക്കെ ചവയ്ക്കേണ്ടേ ഇവിടെ? ഈ നാട്ടുകാർ തെണ്ടികൾ നീ MDMA അല്ലേടാ നായ എന്നും പറഞ്ഞ് കവാലം നോക്കി പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്ത് ചെയ്യും? ചൂയിങ്കം ചവയ്ക്കുന്നത് ഡ്രഗ് യൂസേഴ്സ് ആണ് പോലും. ഇതാണോ നിന്റെ മാരക തെളിവ്? ഇതാണോ നീ പറഞ്ഞ ബോംബ്? തൊപ്പിക്കെതിരെ പൊട്ടിച്ച ബോംബ് ഇതാണോ? പിന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഡ്രഗ് യൂസ് ചെയ്യുന്നവർക്കേ അറിയൂ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന്. അതൊക്കെ നീ എങ്ങനെ അറിഞ്ഞേ? അത് മറ്റൊരു ചോദ്യം. അതാ മൂലയ്ക്ക് അവിടെ ഇരുന്നോട്ടെ, ആരും തൊടണ്ട, അവിടെ ഇരുന്നോട്ടെ. പിന്നെ പറയുന്നുണ്ട് ഇവന്മാരൊക്കെ അങ്ങോട്ട് ടെസ്റ്റ് ചെയ്യാൻ ഒരുത്തൻ തൊപ്പി അവിടെ ഇരുന്ന് ചലഞ്ച് ചെയ്യുന്നു, ഇവൻ ഇവിടെ ഇരുന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു, ടെസ്റ്റിങ്ങിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്.
ഇവന്മാർ ടെസ്റ്റ് ചെയ്ത് പ്രൂഫ് കൊണ്ടുവന്നാൽ തന്നെ അതൊക്കെ എങ്ങനെ നമ്പാൻ പറ്റും? ഒരു ടെസ്റ്റ് ഫേക്ക് ചെയ്യാനാണോ ഇത്ര വലിയ പാട്? ഇവന്മാർ കൊണ്ടുവരുന്ന ടെസ്റ്റിന്റെ റിസൾട്ടും ഫേക്ക് ആയിരിക്കും. ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കുമെന്തോ. എന്തായാലും അന്വേഷണത്തിനൊക്കെ ഉത്തരവിട്ടിട്ടുണ്ട്. എന്തായാലും ഇവന്മാരൊക്കെ പിടിച്ചുകൊണ്ടുപോയി പോലീസ് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഡ്രഗ് ടെസ്റ്റിന് തെളിവുകളും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വിശ്വസിക്കാം. അല്ലാതെ ഇവന്മാരായിട്ട് പോയി ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്ന സാധനം ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ല. ഈ സ്ക്രിപ്റ്റ് മൊണ്ണകൾ കൊണ്ടുവരുന്ന ഈ സാധനങ്ങൾ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവന്മാരിൽ ഒരുത്തനും ടെസ്റ്റ് റിസൾട്ടും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ആരും നമ്പാൻ നിൽക്കണ്ട. ഈ സ്ക്രിപ്റ്റ് മൊണ്ണകളെ എനിക്ക് വിശ്വാസമില്ല, അത്ര തന്നെ. പിന്നെ ഇവൻ ലൈവിൽ കാണിച്ച 100 IQ മൂവാണ് കഞ്ചാവ് പൊതിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത്. ടെസ്റ്റ് കൊണ്ടുവന്നാലും ഇല്ലെങ്കിലും ഇവന്മാരുടെ ശരീരത്തിൽ കറന്റ്ലി ഈ സാധനങ്ങളൊന്നും ഇല്ല എന്നുള്ള ടെസ്റ്റ് റിസൾട്ടും കൊണ്ട് വന്നാലും ഇവന്മാർ ഇതെല്ലാം ഉപയോഗിക്കുന്നതാണെന്ന് ഘോരം വിളിച്ച് പറയുന്ന രീതിയിലാണ് ആ വീഡിയോ ഇവന്മാർ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് തൊപ്പിക്കെതിരെയുള്ള ഒരു വീഡിയോ ആയിട്ട് ഇറക്കി വിട്ടതാണ്. തൊപ്പിയുടെ റൂമിൽ നിന്ന് കിട്ടിയതാണ് കുറെ മദ്യകുപ്പികൾ. മദ്യം പോട്ടെ, നമ്മൾ അത് ലീഗലാണ്, സർക്കാർ കൊടുക്കുന്ന സാധനമാണ്, അത് അവൻ്റെ മുറിക്കകത്തിരുന്നോട്ടെ. തൊപ്പി ഇടയ്ക്കിടയ്ക്ക് മദ്യപിക്കൂ എന്നുള്ളതിൻ്റെ ഒരു കൗണ്ടറായിട്ട് കൊണ്ടുവന്നെയാണ്. മദ്യക്കുപ്പി റൂമിനകത്തോണ്ട് ഇവൻ ഡെയിലി അടിക്കും എന്നൊക്കെ പറഞ്ഞ് അതോട്ടിരുന്നോട്ടെ, അത് നമുക്ക് സൈഡാക്കാം. അതിൻ്റെ ശേഷം കൊണ്ടുവന്നാണ് തൊപ്പിയുടെ തുണിക്കടയൂന്ന് കഞ്ചാവ് പൊതി, പച്ചല പൊതി എടുത്ത് കാണിക്കുന്നു. ഇത് തൊപ്പിക്കെതിരെയാണെന്നും തൊപ്പിക്കെതിരെയുള്ള പ്രൂഫായിട്ട് പൊക്കി പിടിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷേ ഇത് നമ്മൾ എങ്ങനെ വിശ്വസിക്കും? ഇവന്മാർ തന്നെ പറയുന്നുണ്ട് തൊപ്പി അവിടെ ഇല്ലാത്തപ്പോഴാണ്, തൊപ്പി ആ വീഡിയോയിലില്ല, തൊപ്പി അവിടെ ഇല്ലാത്തപ്പോഴാണ് ആരോ പറഞ്ഞായിട്ട് എനിക്കൊരു ആ ലൈവിൽ കേട്ട പോലെ എൻ്റെ ഒരു ഓർമ്മ. തൊപ്പി ദുബായി പോയപ്പോഴോ അവിടെ ഇല്ലാത്ത ഏതോ ഒരു സമയത്താണ് ഇവന്മാർ ആ വീഡിയോ എടുക്കുന്നത്. ഇതെങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും തൊപ്പിയുടെയാണെന്ന്? ഇവന്മാർ തന്നെ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് തൊപ്പിയെ ട്രാപ്പ് ചെയ്യാനായിട്ട്. ഇപ്പം തന്നെ നമുക്കറിയാം തൊപ്പി ഇവന്മാരുമായിട്ട് പ്രശ്നം ഇപ്പോഴും തുടങ്ങിയാൽ കുറേ ആയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ തൊപ്പിയെ ട്രാപ്പാക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർ തന്നെ കൊണ്ടുവച്ചതായിക്കൂടെ? എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഒരു വൈബാണ് കിട്ടിയത്. കാരണം ഇവന്മാർ തന്നെ വെച്ചിട്ട് ഇവന്മാർ തന്നെ കൊണ്ടെടുക്കുന്ന ഒരു വൈബാണ് എനിക്ക് ആ വീഡിയോയിൽ നിന്ന് കിട്ടിയത്. അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. എന്തായാലും ഇവന്മാരുടെ സാധനം ഈസിലി അവൈലബിൾ ആണെന്ന് ആ വീഡിയോ കണ്ടാലറിയാം. ഇതെല്ലാം ഇവന്മാർക്ക് തന്നെ വള്ളിയായിട്ട് വരും. ഇവന്മാർ നല്ല സീനാവും. ഡ്രഗ്സ് യൂസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെയാണ് ഈ സാധനം എടുത്ത് കാണിക്കുന്നത്. മറ്റ് സാധനങ്ങൾക്ക് തെളിവുകൾ സാധനങ്ങളും ഫിസിക്കലി ഒന്നും കാണിച്ചിട്ടില്ല. അതുകൂടെ കാണിച്ചു കഴിഞ്ഞാൽ സമാധിയാവും. എന്തായാലും പച്ചില കാണിച്ചിട്ടുണ്ട്. അത് ഉമാർക്കെതിരെയുള്ള വൻ സ്ട്രോങ് എവിഡൻസ് ആണ്. ഇത് മുന്നേ പറഞ്ഞ പോലെ തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഉമാർക്കെതിരെയുള്ള സ്ട്രോങ് തെളിവാണ് ഉമ്മാർ സാധനം എടുത്ത് കാണിച്ചത്. എന്തായാലും എല്ലാ എണ്ണത്തിനും അടിച്ചണ്ടാക്കി കിട്ടും. ഇതെല്ലാം കഴിഞ്ഞിട്ട് വെറുതെ മൂലക്കിരിക്കുന്ന ഹനാൻ ഷായെ വലിച്ചഴിച്ചുകൊണ്ട് വന്നിട്ട് പുള്ളിയെ മാത്രമല്ല ഒരു പെൺകുട്ടിയെ പറ്റി അപമര്യാദയായിട്ട് ഉമാർ പറഞ്ഞ കാര്യങ്ങളാണ് ഇവൻ ലൈവിൽ പറഞ്ഞത്. വെറുതെ ആ പെൺകുട്ടിയുടെ ഫേസിൽ റിവീൽ ചെയ്ത് വൻ ഇല്ലായ്മ പരിപാടിയാണ് മൊത്തം കാണിച്ചു കൂട്ടുന്നത്. ഹനാൻ ഷായെ വലിച്ചഴിച്ചതിൻ്റെ അപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. ഹനാൻ ഷാ ലൈവ് അടിച്ച് കളഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല അതിൻ്റെ കൂടെ കംപ്ലൈൻറ്റ് കാര്യങ്ങളെല്ലാമായിട്ട് ഹനാൻ ഷാ മുന്നോട്ട് പോകുന്നുണ്ട്. നല്ല കാര്യം. തൊപ്പിയുടെ ലൈവിൽ വന്ന് സൂപ്പർ ചാറ്റ് എന്തൊക്കെയായിരുന്നു തൊപ്പിയുടെ ലൈവിൽ വന്ന് സൂപ്പർ ചാറ്റ് ചെയ്യുന്നു. ഹനാൻ ഷാ ഇഷ്യൂ ഇതാണെന്ന് പറഞ്ഞ് ബിൽഡപ്പ് കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഇമാതിരി തീട്ട കേസാണ് ഇവന്മാരും പൊക്കിക്കൊണ്ട് വരാൻ പോകുന്നത്? നമ്മൾ കരുതി ഹനാൻ ഷാ ഇവനും തൊപ്പിയും തമ്മിലുള്ള ഭയങ്കര വലിയ പ്രശ്നം പുറത്തു വരാൻ പോവാണ് എന്നുള്ള രീതിയിലാണ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇമാതിരി ഇല്ലായ്മ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹനാൻ ഷായുടെ പേരും ഇതിനകത്തേക്ക് വലിച്ചഴിച്ചതെന്ന് പിന്നീട് അടുത്ത ലൈവ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ബ്ലോഗ് കണ്ടിട്ട് ഇവൻ തൊപ്പി ഇങ്ങനെ പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ, ഇങ്ങനെ ഒരു സാധനമാണ് തൊപ്പി പറഞ്ഞത് എന്ന് ആ ഓഡിയോ മാത്രം കേൾപ്പിച്ചാൽ പോരായിരുന്നു. വല്ല കാര്യമുണ്ടോ? ഹനാൻ ഷായുടെ വ്ലോഗ് എടുത്ത് കാണിക്കുന്നു, ആരെപ്പറ്റിയാണ്, ഏത് പെണ്ണിനെ പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് കാണിക്കുന്നു, ഇവളെ പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞ് അവളുടെ ഫേസ് റിവീൽ ചെയ്യുന്നു. സ്വന്തമില്ലായ്മ പരിപാടിയല്ലേ കാണിക്കുന്നത്? ഇവനൊക്കെ എന്തിൻ്റെ കഴിയാണ്? വല്ല കാര്യമുണ്ടോ ആ പെണ്ണിൻ്റെ ഫേസൊക്കെ റിവീൽ ചെയ്ത് അങ്ങനെ കാണിക്കാനായിട്ട്? അമ്മി തല്ലിയെങ്കിൽ ചാവ്. വെറുതെ എന്തിനാണ് മറ്റുള്ളവരെ ഇതിനകത്തേക്ക് വലിച്ചടിക്കുന്നത്? ഇതിപ്പം എത്ര ആൾക്കാരെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? ഇവന്മാർക്ക് സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ട് ആരുടെ ദേഹത്ത് വേണമെങ്കിലും തീട്ടം തെറിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഇവന്മാർ ചെയ്യുന്നത്. സ്വന്തം സ്വഭാവവും മറ്റവൻ്റെ സ്വഭാവവും ആരുടെ കൂട്ടത്തിലുള്ള അവന്മാരെല്ലാം സ്വഭാവം അങ്ങ് വലിച്ച് കീറി ഭിത്തിയിൽ ഒട്ടിക്ക്. അതിനിറക്കി ബാക്കിയുള്ളവരെയും കൂടെ വലിച്ചഴിച്ച് അവരുടെ ദേഹത്ത് ഇങ്ങനെ ചെളി തെറിപ്പിക്കല്ലേ പ്ലീസ്. അത് കഴിഞ്ഞ ശേഷം ആസ്പാക്കാണെന്ന് തോന്നുന്നു, ആസ്പാക്ക് ആരോ വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഫ്രണ്ടിൻ്റെ കാമുകിയുടെ അബോഷൻ കഥയൊക്കെ പറയുന്നതായിട്ട്. അത് എന്തിനാടോ ഇങ്ങനെ പൈസ തന്നില്ല, എഡിറ്ററിന് പൈസ തന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തെളിയിക്കാനായിട്ട് ഹോസ്പിറ്റൽ കേസ് വന്നപ്പോൾ ഇങ്ങനെ പൈസ തന്നില്ല എന്നൊക്കെ ഇതെന്തിനാണ് അവൻ്റെ പേരും പറഞ്ഞ് അവൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ അബോഷൻ കേസാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ ഇത് എത്ര പേരെയാണ് പുറത്തുനിന്നുള്ളവർ അഫക്റ്റ് ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം എന്താണ്? ഇത്രയും അധികം ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അടുത്ത് ലൈവിൽ ഇതൊക്കെ വിളിച്ച് കൂവിയിട്ട് എന്ത് നേടാൻ ഇവന്മാർക്ക്? ഇങ്ങനെ എത്ര പേര് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇവന്മാർ ഇനി വേറെ ആരെയൊക്കെ ഇതിനകത്തോട്ട് വലിച്ചടിച്ച് ആരെയൊക്കെ പറ്റി ഇമാതിരി അപരാധങ്ങൾ പടച്ചു വിടുമെന്ന് കണ്ടറിയാം. എന്തായാലും നടക്കട്ടെ. ഇവന്മാർ തമ്മിൽ തല്ലി ഇത് എവിടെ വരെ കൊണ്ടുപോകും എന്ന് നോക്കാം. എന്തായാലും അന്വേഷണത്തിന് ഉത്തരവൊക്കെ വന്ന സ്ഥിതിക്ക് വളരെ ചുരുങ്ങിയ കാലം കൂടെ ഇവന്മാരുടെ ലൈവ് അപ്പിവാരി ഏറിയൽ കാണാം. അത് കഴിഞ്ഞാൽ എല്ലാണോ മിക്കവാറും ജയിലിലാകാൻ നല്ല സാധ്യത കാണുന്നുണ്ട്. അതിനുശേഷം ഇവന്മാരെല്ലാം ജയിലിലാകാൻ നല്ല സാധ്യത കാണുന്നുണ്ട്. അതുവരെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് അരി വാങ്ങാം. അടുത്ത വീഡിയോയിൽ കാണാം.